നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അധ്യായത്തിൽ 2024 നവംബർ മാസം 20-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 1200-ാം ആണ്ട് വൃശ്ചിക മാസം 5-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. ഇന്ത്യൻ തീയതി പറഞ്ഞാൽ കാർത്തിക മാസം 29-ാം തീയതിയാണ്. സൂര്യോദയം രാവിലെ 6:20 അസ്തമയം വൈകുന്നേരം 5:56 ബുധനാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:57 ഈ പുണർദം നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:57 ആരംഭിക്കും. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 അവസാനിക്കും. പുണർദം നക്ഷത്രത്തിൻ്റെ സമയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബുധനാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:52 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുണർദം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ മിഥുനക്കുറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നതെന്നുള്ള വിവരം പ്രിയപ്പെട്ടവർക്കറിയാമല്ലോ. അപ്പോൾ പുണർദം നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:57 ആരംഭിച്ച് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 2:52 മുതൽ പൂയം നക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പുണർദം നക്ഷത്രപ്രകാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 വരെ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പുണർദം നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:57 മുതൽ ഭരണി, രോഹിണി, പൂരുട്ടാതി, ഉത്രട്ടാതി, ചോതി, വിശാഖം, തിരുവാതിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അല്ലെങ്കിൽ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം നക്ഷത്രപ്രകാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കാർത്തിക, മകയിരം, അശ്വതി, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പുണർദം നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും പറഞ്ഞു. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും, സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 മുതൽ പൂയം നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ പൂയം നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ അറിയണമല്ലോ. കാരണം ഉച്ചകഴിഞ്ഞ് 2:52 കൊണ്ട് പകൽ അവസാനിക്കുന്നില്ല. പകൽ അവസാനിക്കുന്നത് പിന്നെയും കിടക്കുകയാണ് സമയം. അതുകൊണ്ട് നമ്മൾ ജോലി കാര്യങ്ങളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റൊരു നക്ഷത്രമാണെങ്കിൽ മറ്റൊരു നക്ഷത്രപ്രകാരമുള്ള അനുഭവമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് പൂയം നക്ഷത്രപ്രകാരം അനുകൂലവും പ്രതികൂലവും കൂടെ പറഞ്ഞു തരാം. പൂയം നക്ഷത്രപ്രകാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 മുതൽ വിശാഖം, അനിഴം, പുണർദം, മകയിരം, കാർത്തിക, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പൂയം നക്ഷത്രപ്രകാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 മുതൽ വിശാഖം, അനിഴം, പുണർദം, മകയിരം, കാർത്തിക, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം കഴിഞ്ഞ് പൂയം നക്ഷത്രമാണല്ലോ. പൂയം നക്ഷത്രപ്രകാരം ബുധനാഴ്ച വൈകുന്നേരം 2:52 മുതൽ ബുധനാഴ്ച വൈകുന്നേരം 2:52 മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 മുതൽ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വ്യാഴാഴ്ചത്തെ ഉദയാൽപര നക്ഷത്രം പൂയം നക്ഷത്രം തന്നെയാണ്. അപ്പോൾ അത് അടുത്ത അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഇക്കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം, ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞിരുന്നു. ശുഭസമയം
ബുധനാഴ്ച ദിവസം രാവിലെ 6:20 മുതൽ 10:50 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:50 മുതൽ 4:50 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടെ കേട്ട് ഇതൊക്കെ ചെയ്യുക, തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തിൽ വെച്ചാണല്ലോ. തീയതി 20 ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 2 വരും. ഏതൊരു മാസത്തിൻ്റെ 2, 11, 20, 24, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 2 വരുന്നു. അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പരിഹാരമായിട്ട് പറയുന്നത് പേരിൽ BKR എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ടെങ്കിൽ പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. അവരുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരത്തില്ല. നല്ല അനുഭവങ്ങളായി എല്ലാം വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനി ഈ അധ്യായത്തിൽ അവസാനമായി ചിന്തിക്കുന്നത് ഈ പുണർദ നക്ഷത്രം ആണല്ലോ ഈ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 വരെ പുണർദ നക്ഷത്രമാണ്. അപ്പോൾ പുണർദ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. മകം, അത്തം, വിശാഖം, മൂലം, അതുപോലെ തന്നെ തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം എന്നീ നാളുകാർക്ക് ധനം വന്നു ചേരുന്ന സമയമാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 വരെ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 മുതൽ പൂയം നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരെ കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. അതായത് പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം എന്നീ നാളുകാർക്ക് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:52 മുതൽ പൂയ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പറഞ്ഞത്. ബുധനാഴ്ച ദിവസം ഉദയാൽപ്പന നക്ഷത്രം പുണർദ നക്ഷത്രമാണ്. അപ്രകാരമുള്ള കാര്യങ്ങളും പറഞ്ഞു, മറ്റു കാര്യങ്ങളും പറഞ്ഞു. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ്